അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളായ മുഅ്മിനുകളെ, ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റാഈൽ അലൈഹിസ്സലാം, മുൻകർ, നക്കീർ, റക്കീബ്, അതീദ് തുടങ്ങി ഒട്ടനവധി മലക്കുകളെക്കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. അതേസമയം അവരുടെ ജോലികളെക്കുറിച്ചും നാം പഠിച്ചിട്ടുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കെല്ലാവർക്കും വഹി എത്തിച്ചു കൊടുക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അതേപോലെ തന്നെ മഹാനായ മീകായിൽ അലൈഹിസ്സലാമിന് ഇടി, മിന്നൽ, കാറ്റ് തുടങ്ങിയവയിലാണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ജോലി. അപ്രകാരം തന്നെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ജോലി എന്നുള്ളത് സൂർ എന്ന കാഹളത്തിൽ ഊതുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ മലക്കുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും വ്യത്യസ്തങ്ങളാകുന്ന ജോലികളാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതൊക്കെ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാലും നാം ഒരിക്കലും മറക്കാത്ത, നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുക എന്നുള്ള ജോലി. അദ്ദേഹത്തിൻ്റെ ജോലി എന്തായാലും നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അസ്റാഈൽ അലൈഹിസ്സലാമിന് ഈ ജോലി അള്ളാഹു ലഭിച്ചത് അല്ലെങ്കിൽ നൽകിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. പരിശുദ്ധമാവുന്ന ചരിത്രങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു. ആ അല്ലാഹു ഈ വിവരം താൻ സൃഷ്ടിച്ച മലക്കുകളോട് മുശാവറ ചെയ്തു. മലക്കുകളോട് ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് എന്നുള്ള കാര്യം ഒരു ചർച്ചയ്ക്ക് വെച്ചു. ഒരു അഭിപ്രായം മലക്കുകളോട് പറഞ്ഞു. ഈ സമയം മലക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അല്ലാഹുവേ നിനക്ക് മറ്റൊരു സൃഷ്ടി? എന്തിനാണ് നീ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്? നിനക്ക് ഞങ്ങൾ പോരെ? നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ തന്നെ പോരെ? അതൊരു ഇഷ്ടം കൊണ്ടുള്ള ചോദ്യമാണ്, അവർക്ക് ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമല്ല. നമുക്ക് നമ്മുടെ ഉപ്പമാരോടും ഉമ്മമാരോടും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോരെ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുമല്ലോ. മറ്റൊരാൾ വേണ്ടല്ലോ, ഞാൻ പോരെ എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. എന്നതുപോലെ മലക്കുകൾ ഞങ്ങൾ പോരെ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ശേഷം ഓരോ മലക്കുകളോട് ഭൂമിയിൽ നിന്നും അല്പം മണ്ണ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ആ പറഞ്ഞ പ്രകാരം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് പോവുകയും ഭൂമിയോട് അല്പം മണ്ണ് തരണം, അള്ളാഹുവിന് മനുഷ്യരെ സൃഷ്ടിക്കാൻ മണ്ണ് വേണം, അതുകൊണ്ട് നീ അല്പം മണ്ണ് തരണമെന്ന് ഭൂമിയോട് ആവശ്യപ്പെട്ടു. ഇതേ സമയം ഭൂമിയുടെ മറുപടി എന്നുള്ളത് ഇല്ല, ഞാൻ തരില്ല എന്നതാണ്. അപ്പോൾ വീണ്ടും ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, നീ എനിക്കല്പം മണ്ണ് തരണം, നിൻ്റെ ഭൂമിയിൽ നിന്നും എനിക്കല്പം മണ്ണ് തരണം. കാരണം അള്ളാഹുവിന് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. ഭൂമി എപ്പോഴും വിസമ്മതിച്ചു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ വരികയും അള്ളാഹുവിനോട് പറഞ്ഞു, ഭൂമിയിൽ നിന്നും എനിക്ക് മണ്ണ് ലഭിച്ചിട്ടില്ല എന്ന്. ശേഷം അള്ളാഹു മീകായിൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നുണ്ട്. മീകായിൽ അലൈഹിസ്സലാം പോയി ഭൂമിയോട് മണ്ണ് ചോദിച്ചു. അപ്പോഴും ഭൂമിയുടെ മറുപടി ഇല്ല, ഞാൻ തരില്ല, എൻ്റെ മണ്ണിൽ നിന്നും ഞാൻ അല്പം മനുഷ്യനെ സൃഷ്ടിക്കാൻ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. മീകായിൽ അലൈഹിസ്സലാമും തിരിച്ചു പോന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാം പോയി, പക്ഷേ അദ്ദേഹത്തിനും ലഭിച്ചില്ല. ഇങ്ങനെ ഒട്ടനവധി മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയുടെ അടുത്തേക്ക് പോവുകയും മണ്ണ് ചോദിക്കുകയും ചെയ്തു. പക്ഷേ അവർക്കാർക്കും മണ്ണ് കിട്ടിയില്ല. ഒടുക്കം അല്ലാഹു തആല മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് പോവുകയും ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കുകയും ചെയ്തു. അല്ലാഹു തആല ചോദിച്ചു, മുൻകഴിഞ്ഞ ഒരുപാട് മലക്കുകൾ പോയി, അവർക്കാർക്കും മണ്ണ് കിട്ടിയില്ല.
നിങ്ങൾക്കെങ്ങനെയാണ് മണ്ണ് ലഭിച്ചത് എന്നൊരു ചോദ്യം വന്നു. കാരണം ഒരുപാട് പേര് മലക്കുകൾ പോയി, അവർക്കാർക്കും തന്നെ മണ്ണ് ലഭിച്ചതില്ല. മലക്കുൽ മൗത്തിന് എങ്ങനെയാണ് ഈ മണ്ണ് കിട്ടിയത് എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ അസ്രായിൽ അലൈഹി ഇസ്ലാം പറയുന്ന മറുപടിയാണ് ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം. അസ്രായിൽ അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞു, എന്നോട് മണ്ണെടുക്കാനാണ് അള്ളാഹു പറഞ്ഞത്. എനിക്ക് ഭൂമിയിൽ നിന്നും മണ്ണ് വേണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങളത് പോയി കൊണ്ടുവരും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഭൂമിയിൽ പോയി സമ്മതം ചോദിക്കൂ, എന്നിട്ട് അവൻ്റെ സമ്മതം വാങ്ങിയിട്ട് മണ്ണ് കൊണ്ടുവരൂ എന്നല്ല. എനിക്ക് മണ്ണ് വേണം എന്നാണ് കൊണ്ടുവരാനുമാണ് പറഞ്ഞത്. എന്നോട് അള്ളാഹു മണ്ണ് കൊണ്ടുവരാനാണ് പറഞ്ഞത്, അല്ലാതെ അവനോട് പോയി സമ്മതം തേടാനല്ല. അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാനല്ലേ അള്ളാഹു പറഞ്ഞത്. അവിടെ എന്തിനാണ് പിന്നീട് അവൻ്റെ സമ്മതം തേടേണ്ട ആവശ്യം? ഈ മറുപടി കേട്ടപ്പോൾ അപ്പോൾ തന്നെ മലക്കുൽ മൗത്തിനോട് അള്ളാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്രകാരം തന്നെ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നവൻ്റെ റൂഹ് പിടിക്കാനുള്ള അധികാരവും നിങ്ങളെ തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. നമ്മൊന്ന് ചിന്തിച്ചു നോക്കിയേ, മഹാനായ അസ്രായിൽ അലൈഹി ഇസ്ലാം മണ്ണ് പോയിക്കൊണ്ടേ കൊടുത്തു. അള്ളാഹു ഈ മലക്കുൽ മൗത്തിൻ്റെ ഈ പണി, റൂഹ് പിടിക്കുക എന്നുള്ള ഈ ജോലി മറ്റൊരു മലക്കിനെയാണ് ഏൽപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ് ഏൽപ്പിക്കുന്നത്, ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിനെയാണ് ഏൽപ്പിക്കുന്നത്. എങ്കിൽ ആ മലക്കുകൾ നമ്മുടെ അരികിൽ വരും, നമ്മളോട് വന്ന് ചോദിക്കും, ഞാൻ നിങ്ങളുടെ റൂഹ് പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ സമ്മതിക്കുമോ? ആരെങ്കിലും സമ്മതിക്കുമോ നമ്മുടെ റൂഹ് പിടിക്കാൻ? ഇല്ല. അപ്പോൾ അവർ തിരിച്ചു പോവുകയാണെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതേസമയം മഹാനായ അസ്രായിൽ അലൈഹി ഇസ്ലാം ആണെങ്കിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വരികയും ആ സമയമാകുമ്പോൾ റൂഹ് പിടിക്കുകയും ചെയ്യും. ഇത് കാരണമായിക്കൊണ്ടാണ്, ഭൂമിയോട് അദ്ദേഹം ചെയ്ത ആ കാര്യം കൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു റൂഹ് പിടിക്കുക എന്നുള്ള യഥാർത്ഥ കർമ്മവും അദ്ദേഹത്തിന് നൽകിയത്. മഹാനായ അസ്രായിൽ അലൈഹി ഇസ്ലാം കൃത്യമായ സമയം അള്ളാഹു എപ്പോൾ പറയുന്നു ആ സമയത്ത് വന്ന് മനുഷ്യരുടെ റൂഹ് പിടിക്കുന്നു. അവിടെ സമ്മതം തേടുകയാണെന്നുണ്ടെങ്കിൽ ദുനിയാവിൻ്റെ അവസ്ഥ എന്താവും? ഇതാണ് മഹാനായ അസ്രായിൽ അലൈഹി ഇസ്ലാമിനെ റൂഹ് പിടിക്കുക എന്നുള്ള ദൗത്യം ഏൽപ്പിക്കാനുണ്ടായ പ്രധാന കാരണം. അള്ളാഹു നാം പറഞ്ഞ ഇൽമിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞ ഓരോ നിസ്സാരമായ ചെറിയ കാര്യവും ഒരു വലിയ മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നതായ, മനസ്സിൽ പതിയുന്നതായ ഒരു ചരിത്രമാക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.